أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനമുള്ളേ സത്യവിശ്വാസിനിമാരെ, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒരുമിച്ച് കൂടിയ ഉദ്ദേശ നിക്കാഹത്തുക്ക് സാക്ഷിയാകുവാൻ എത്തിക്കുന്നു. എൻ്റെ കൂടെ വിവാഹമാകു പോണ്ടത് റിയാസ് അഹമ്മദ് കദറിയൽ മോനായ അഹമ്മദ് റിയാസ് എലുകെ നിക്കായിട്ട് പണ്ടത് അബ്ദുൽ നാസിർ കേസൂർ തലപ്പാടി എല്ല് മോലായ ഫാത്തിമത്ത് നീഹ. 2-3 വിഷയം മാത്രമേ വിവാഹത്തെ സംബന്ധിച്ചുള്ള ഉദ്ദേശിക്കുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ അന്വേഷണാക്കുമ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഞങ്ങൾക്ക് നോക്കു പഠിപ്പാട്ടുണ്ട്. അള്ളാഹുടെ കുറിച്ചിട്ടുള്ള അള്ളാഹുടെ ദീന്റെ വിഷയത്തിലുള്ള അള്ളാഹുടെ സൂക്ഷിച്ച് ജീവിക്കല് ഒരു ആണും പെണ്ണുരേറ്റിക്ക് കണ്ടെത്തുക ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്. സമ്പത്ത്, സൗന്ദര്യ, തറവാട് ഇതൊക്കെ ഇസ്ലാം നോക്കൂ തീരാൻ ഞങ്ങൾക്ക് ചൊല്ലില്ല. ബദലായിട്ട് പ്രധാനപ്പെട്ട ദാമ്പത്യ ജീവിത പേനായ ബഹുമുഖ്യമായ വിഷയത്തേക്ക് ഈ ദീനുള്ളവരുടെ തെരഞ്ഞെടുത്തോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ ദീന് ചൊല്ലുമ്പോ അവിടെ പ്രധാനപ്പെട്ടത് കടന്നു പണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാലഘട്ടത്തും മനുഷ്യ സമൂഹത്തിന് വഴിപാട്ട് കൊടുത്ത ഒരു ആദർശമുണ്ട്. ഇലാഹായിട്ട് ആരാധ്യനായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല് മഹത്തരമായ കലിമത്ത് തൗഹീദ് അത് ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ വേണം, ഒരു ആണിന്റെ ജീവിതത്തിൽ വേണം. വിശുദ്ധ ഖുർആനില് സത്യനിഷേധിക്ക് വേണ്ടിയിട്ട് 2 പെണ്ണുങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടുണ്ട്. ഒന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നെ, രണ്ടാമത്തേത് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നെ. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي وضرب الله مثلا للذين كفروا امرأة نوح امرأة لوط. الله سبحانه وتعالى പഠിപ്പാട്ടുണ്ട്. كانت تحت عبدين من عبادنا الصالحين. അള്ളാഹു സുബ്ഹാനഹു വ തആല നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നായിടും
ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിന്നായിടും സത്യനിഷേധിക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഉദാഹരണമാക്കി വെച്ചിറ. അള്ളാഹു സുബ്ഹാൻ ചൊല്ല് നന്റെ രണ്ട് സ്വാലിഹായ അടിമമാരെ എത്തിക്കുറങ്ങ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങ് രണ്ടാളും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടി കൊടുത്ത ആദർശത്തെ അങ്ങനെ കൗമുക അങ്ങ് പഠിപ്പാട്ടി കൊടുക്കുമ്പോ ആ ആദർശം സ്വീകരിക്കാൻ ആ മാപ്പിളമാരെ വഞ്ചനാക്കി രണ്ട് പെഞ്ചായിമാരെ എത്തിക്കുറങ്ങ. അള്ളാഹു സുബ്ഹാനഹു വ തആല പെഞ്ചായിമാരെ വിഷയം ചൊല്ല് ഉദ്ഖുലൻ നാറ മഅ ദാഖിലീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് പെണ്ണുങ്ങളും നരകത്ത് പോണ്ട ആൾമാരുടെ കൂട്ടത്തിൽ അങ്ങ് നരകത്ത് പോണ്ടൊരു സ്വന്തമായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പാട്ടൻ്റെ. അപ്പൊ ദാമ്പത്യ ജീവിതത്തില് ദീനു ചൊല്ലുമ്പോ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എത്തിക്കുന്നത് ആദർശം ചൊല്ലത്. കാരണം അത് ഇന്നില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കൊണ്ട് നാളെ സ്വർഗത്ത് കടന്നു പോകുന്നത് സാധ്യമല്ല. അതുകൊണ്ട് ചില ദാമ്പത്യ ജീവിതം കൊണ്ട് സ്വർഗത്ത് കടന്നു പോകാം, ചില ദാമ്പത്യ ജീവിതം കൊണ്ട് ജഹന്നമ് കടന്നു പോകാം. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ ഒരു പെണ്ണിന്റെ ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടണ്ട. ധിക്കാരിയായ ആദർശം സ്വീകരിക്കാണ്ട് അന റബ്ബുക്കുമുൽ അഅല ചൊന്ത ധിക്കാരത്തിൽ നടന്ന ഇന്ന് ഫിറഔന്റെ പെണ്ണായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉദാഹരണം പഠിപ്പാട്ട വറബല്ലാഹു മസലൻ ലില്ലദീന ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബനി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. ആ ഫിറഔന്റെ പെണ്ണായ ആദർശത്തെ സ്വീകരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മഹത്തരമായ കലിമത്ത് തൗഹീദ് സ്വീകരിച്ചിട്ട് ഇസ്ലാം ദീൻ അംഗീകരിച്ചിട്ട് ഫിറഔനയുടെ കൊല്ലുടെ സമയത്തിൽ അല്ലാഹുവിന്റെ ദുആർക്ക് അല്ലാഹു എനിക്ക് സ്വർഗ്ഗത്തിൽ നിന്റെ പക്കലുള്ള ഒരു ഭവനത്തെ ഉണ്ടാക്കി തരുന്നു. അപ്പൊ മൂന്ന് പെണ്ണിങ്ങായി തിക്കരുത്. രണ്ട് പെണ്ണിങ്ങ സത്യ നിഷേധിക്ക് വേണായിട്ട് ഒരു പെണ്ണിനെ സത്യവിശ്വാസിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗദർശനാക്കി. അപ്പൊ ദാമ്പത്യ ജീവിതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പുരുഷത്തെ സഹോദരിമാർ ഉമ്മമാർ ശ്രദ്ധിക്കണം. അള്ളാഹു ഈ ദുനിയാവ് പഠിപ്പാട്ടന്റെ ഒരു ആദർശമുണ്ട്. അത് മരിക്കുന്നോടത്തോളം ഒരു മനുഷ്യൻ മുറുകെ പിടിക്കൊണ്ടായിട്ട് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടേണ്ടത്. ആ ആദർശത്തിൽ ചില 6 കോടി പറയാത്ത പല ഞങ്ങളെ ജീവിതത്തെ മുതലെടുത്ത് പോകും. കാരണം മനുഷ്യക്ക് അള്ളാഹു ദുനിയാവിൽ കൊടുക്കുന്ന ജീവനത്തില് ഏറ്റവും സുദീർഘമായ ഒരു ജീവിതത്തിക്ക് ദാമ്പത്യ ജീവിതം ചൊല്ലിയത് വൈവാഹിക ജീവിതം. ആ ജീവനത്തില് ചില കഷ്ടനഷ്ടങ്ങൾ ചില പ്രയാസങ്ങൾ കടന്നു പണ്ട്. അവിടെ എത്ര സമ്പത്തിക്കട്ടെ എത്ര സൗന്ദര്യക്കട്ടെ എന്ത് തറവാടിക്കട്ടെ പല നമ്മത്തല്ലേ കഷ്ടപ്രയാസങ്ങൾ പല ദാമ്പത്യ ജീവിതത്തിൽ പണ്ട്. അള്ളാഹു തന്റെ പരീക്ഷണം ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ പരീക്ഷണം കൊണ്ട് അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും രൂപത്തിലെ പ്രയാസം സംഭവിക്കുമ്പോ എന്റെ റബ്ബിന്റെ മേൽ ഞാൻ തവക്കുലാക്കിற ആ റബ്ബിനെ നാന് ആ അള്ളാഹുവിട്ട് മാത്രം ഞാൻ കേൾക്കിற അങ്ങനത്തെ ഉള്ള ഒരു ദമ്പതിമാർ തൗഹീദ് ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്ന ദമ്പതിമാർ. അത് മാത്രമല്ല എത്ര ദീനിന്നെങ്കും ദാമ്പത്യ ജീവിതത്തിൽ മനുഷ്യൻ എന്ന നിലക്ക് ചില ന്യൂനതങ്ങൾ കടന്നു പണ്ട്, ചില 6 കോടിങ്ങൾ കടന്നു പണ്ട്. അത് പെഞ്ഞായുടെ ഭാഗത്തിൽ കടന്നു വരും, മാപ്പിളയുടെ ഭാഗത്തിൽ കടന്നു വരും. വിശുദ്ധ ഖുർആൻ മാപ്പിള പെഞ്ഞായുടെ ബന്ധത്തെ ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുന്ന, നിങ്ങൾ വസ്ത്രമായിട്ടിക്കറോ അങ്ങനെ നിങ്ങൾ വസ്ത്രമായിട്ടിക്കറോ ചൊന്ന് വിശുദ്ധ ഖുർആൻ. അത്ര പവിത്രമായ ഒരു ബന്ധമായിട്ടിക്കര്. ഞങ്ങൾ വസ്ത്രം ഇട്ട ഡ്രസ് ഇട്ട ഞങ്ങൾ ഔറത്ത് മറക്കും, ഞങ്ങൾ ഔറത്ത് പുറത്ത് കാട്ടും ഞങ്ങൾ ഇഷ്ടപ്പെടില്ല. അതേപോലെ ദാമ്പത്യ ജീവിതത്തില് മാപ്പിള പെഞ്ഞായിരുന്നല്ലോ ചില 6 കോടിങ്ങ വരും. ആ ബണ്ട സന്ദർഭത്തിൽ നിസ്സാരമായ വിഷയത്തെ വെള്ളിയാക്കിയിട്ട് അവസാന ബന്ധമേ മുറിച്ചു കൊണ്ട് വലുത്ത അവസ്ഥയെത്തിക്കുന്ന ഞങ്ങൾ ചുറ്റുമുട്ടൽ കണ്ടോണ്ടല്ലത്. എന്നെങ്കിലും പരസ്പര ആ മാപ്പിള പിന്നെ തെച്ചിട്ട് അതിന് പരസ്പര ഹിക്മത്തോടു കൂടി അങ്ങ് തീർക്കൊണായിത്തിക്കുന്ന വിഷയ. അതുകൊണ്ടാ അത് ഗൗപ്യമായിട്ട് ബേക്കുണായത്, അത് പരസ്യമായിട്ട് ആക്കുണായ വിഷയമല്ല. ചില 6 കോടിങ്ങ പണ്ട് എത്ര ദീന് പഠിച്ചെങ്കും അള്ളാന്റെ എത്ര സൂക്ഷിച്ചെങ്കും മനുഷ്യൻ എന്ന നിലക്ക് പണ്ട് 6 കോടിങ്ങളെ ആ വിഷയത്തെ വെള്ളിയാക്കാണ്ട് ആ ദാമ്പത്യ ജീവിതം മുറിഞ്ഞു പോവാത്ത പോലെ അതിനെ കാത്തു സൂക്ഷിക്കണം. അവിടെ എത്തിക്കുന്ന ദീന് ചൊല്ലത് പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾക്ക് വഴിപാട്ടേണ്ടത്. അത് സാധിക്കരേ അള്ളാന്റെ സൂക്ഷിക്കുന്ന ഒരു ആണുകും പെണ്ണുകും മാത്രം സാധിക്കരേ. കാരണം പരലോകത്തില് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാന്റെ പക്കൽ സ്ഥാനമാണല്ലേ. അള്ളാന്റെ സൂക്ഷിച്ച് ജീവിച്ചോറാ അങ്ക് മാത്രം പരലോകത്ത് അള്ളാന്റെ പക്കൽ സ്ഥാനമാണല്ലോ ചൊന്തോ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പാട്ടണ്ട. അതുകൊണ്ട്
വിവാഹവുകൊണ്ട് ആണും പെണ്ണും മനസ്സിലാക്കുള്ളത് പരസ്പര ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളെ നിർവഹിക്കണം. മാപ്പിളായവൾ തന്റെ പെഞ്ഞായുടെ മേലുള്ള ബാധ്യതകൾ, പെഞ്ഞായവൾ തന്റെ മാപ്പിളയുടെ മേലുള്ള ബാധ്യതകളുണ്ട് അല്ലെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തില് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടപ്പ എങ്ങനെയായിട്ട് റസൂൽ ഔത്ത് പന്നെങ്കിൽ നബിയുടെ ജീവിതം എങ്ങനെ ചൊല്ലുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഞങ്ങൾ ഉമ്മ ചൊന്ന ഉത്തരത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്ത് കടന്നു വന്നിട്ടായെങ്കിൽ നബി ഞങ്ങളുടെ ഖിദ്മത്ത് എടുക്കരുത്, ആ ഔത്ര പണിയിൽ ഞങ്ങൾക്ക് സഹായിക്കൊന്നു ആയിഷ റളിയല്ലാഹു അൻഹ. എന്നിട്ട് പള്ളിയിൽ നിന്ന് വാങ്ങുമ്പോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പോകുന്നു. പല മാപ്പിളമാരുടെ അവസ്ഥയുണ്ട്, ബിസിനസ് കൊണ്ട് അല്ലെങ്കിൽ ഭർത്തൃ ജീവിതത്തെ കൊണ്ട് ടെൻഷൻ എത്തപ്പെട്ട് അത് തീർക്കുക തങ്ങൾ പെണ്ണായി മാറുന്നു എത്തിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന് മാന്യമായിട്ടുള്ള പെരുമാറ്റം വേണം അങ്ങെത്തിക്ക. അങ്ങക്ക് സഹായിക്കണം. നോക്കൂ അല്ലാഹുവിന്റെ റസൂൽ ആര് എത്ര ബിസിയുള്ള ആള് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഔത്ത് പന്നെങ്കിൽ തന്റെ പെണ്ണായി മാറുക തന്റെ ഔത്ര വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സഹായിച്ചു ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പാട്ടുണ്ട്. ലഖദ് കാന ലക്കും റസൂലുള്ളാഹി ഫീ ഉസ്വത്തുൻ ഹസന. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഉണ്ട്. അത്ര പെർഫെക്റ്റ് ആയ ഒരു മാപ്പിളേറ്റിക്കര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വിജയിക്കട്ടെ തങ്ങൾ പെഞ്ഞായിമാരെ പിടിച്ചാക്കുന്നതും തന്റെ മക്കളെ പിടിച്ചാക്കുന്നതും അല്ലെ തന്റെ പുല്ലുമാരെ പിടിച്ചാക്കുന്നതും സമയത്തെ കണ്ടെത്തേണ്ടത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നിങ്ങൾ മാന്യമായി പെരുമാറുന്നു, അങ്ങനെ മുഖത്ത് കടിക്കൊത്തീര അങ്ങനെ സഭ്യക്കൊത്തീര ചൊല്ലുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ തിന്നുരണ്ടായി അങ്ങക്കും തിന്ന കൊടുക്കണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത്. അപ്പൊ ഇപ്പോഴത്തെ ആണുകളുടെ ബാധ്യത ഉണ്ട്. ആ പിന്നെ അള്ളാഹു തന്നെ ആ ജോഡിനെ അത്ര മാത്രം അതിർത്തിയ മാന്യമായിട്ടുള്ള പെരുമാറ്റ പേര് സ്വന്തമായിട്ടിക്കര് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടന്റെ സഹോദരന്മാരെ. അത് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലല്ലേ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിടെ സൂക്ഷിക്കണം. കാരണം നിങ്ങൾ അള്ളാഹുവിടെ പേര് സ്വന്തമായിട്ടിക്കര് അങ്ങനെ വിവാഹയില്. അതുകൊണ്ട് ആ പെണ്ണുങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം സ്വന്തമായിട്ടിക്കര് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടേണ്ടത്. ഇനി അവസാനമായി ചൊല്ലുള്ളത് സഹോദരന്മാരെ, വിവാഹ ചൊല്ലത് അത് അള്ളാഹു തൃപ്തിപ്പെട്ട നിൽക്കാവും. അള്ളാഹു ശപിക്കുന്ന പോലത്തെ അള്ളാഹു വർഷകാട്ട പോലത്തെ വിവാഹവും തീര. കാരണം ഒരു ആണു പെണ്ണിന്റെ ജീവിതത്തില് അങ്ങക്ക് മറക്കുകാവാത്ത ഒരു നാളെത്തിക്കുക അങ്ങനെ വിവാഹത്തെ ജീവിത നാളെ അള്ളാഹു ആ വിഷയത്തിൽ തങ്ങൾക്ക് പ്രശ്നം കേൾക്കണം. അതുകൊണ്ടായിത്തിക്കര് വിവാഹ ചൊല്ലത് അള്ളാഹു റസൂൽ അങ്ങനത്തെ സുലാഭ രീതിയില് നല്ല രൂപത്തിലത് പഠിപ്പാട്ടുന്നത്. വിവാഹ ചൊല്ലുമ്പോ വിവാഹ തൗത്തിലു സന്തോലക്കർ കൊസിക്കര് അത് ഇസ്ലാം വിരോധിക്കില്ല. ആ സന്തോല കൊസിയൊക്കെ അള്ളാഹു വിരോധിച്ച് അള്ളാഹു ഹറാമാക്കിയ കാര്യത്തിന് നടന്നു പോണു കുതീറ. എന്റെ വിവാഹം നോക്കി പല രൂപത്തില് വിവാഹത്ത് മുതൽ കാണ്ടേ ഇസ്രാഫുക ഞങ്ങൾ മനസ്സിലാക്കണം. ദുനിയാവിൽ എത്ര ആൾമാർ പട്ടിണി കൊണ്ട് തെച്ചൊണ്ടിരിക്കുമ്പോ ഒരു നേരത്തെ ആഹാരത്തെ പേരിൽ കഷ്ടപ്പെടുമ്പോ എത്ര ആഹാരം കഴിച്ചിട്ട് എന്റെ വിവാഹത്തെ പേരിൽ ഇസ്രാഫ് ആയിട്ടില്ലേ. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ തിന്നോരു പിടിക്കോരു ഇസ്രാഫാക്കണ്ട. ഇസ്രാഫാക്കാൻ അല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലാണ്ട് ഖുർആൻ പഠിപ്പാട്ടുണ്ട്. ഭാര്യ സൂക്ഷ്മത പുലർത്തണം. ഇസ്രാഫിന്റെ ജാഗ്രതയില് സമ്പത്താവട്ടെ പിന്നീട് ആഹാരാവട്ടെ മങ്ങത്തെ പേരില് ഒരിക്കലും അർത്ഥത്തിൽ ഇസ്രാഫിന് പാടില്ല എത്തിക്കര് ഞങ്ങൾക്ക് പഠിപ്പാട്ടേണ്ടത്. അതുകൊണ്ട് വിവാഹ ചൊല്ലത് അള്ളാഹു തൃപ്തിപ്പെടണം, അള്ളാഹു ഇഷ്ടപ്പെടണം. ആ വിവാഹത്തെ അങ്ങനത്തെ വിവാഹത്തെ ഞങ്ങളെ ഉമ്മത്ത് വിവാഹത്തെ കൊണ്ടുപോകാൻ ചൊല്ലായിരിക്കും ഈ സന്ദർഭം ചൊല്ലുള്ളത്. അതേപോലെ അവസാനമായി ചൊല്ലുള്ളത് ഇന്ന് ഞങ്ങളുടെ സമൂഹത്തിൽ വലിയ പിടുകായിട്ടുള്ളത് വരദക്ഷിണ ചൊല്ലത്. ശുദ്ധ ഖുർആൻ ചൊല്ലു വാത്തു നിസാ അസ്സദഖാത്തി ഇന്ന നിഹല. നിങ്ങൾക്ക് മനസ്സ് തൃപ്തിയിൽ നിങ്ങൾ എന്ത് കൊടുക്കോ മഹർ കൊടുക്കോ ചൊല്ലായിരിക്കും വിശുദ്ധ ഖുർആൻ. ആ നിങ്ങളുടെ ചൊല്ലേ എന്തെങ്കിലും പല ഔത്തുലിന്റെ 2-3 പെണ്ണുമക്ക വിവാഹ പ്രായം എത്തിക്കും ബാക്കിയായിട്ടുള്ളവർ 1 ഗ്രാം ബംഗാർ കൊടുക്കുക. അപ്പം മട്ട് പോയിട്ട് കേക്ക് എന്റെ മോളുടെ വിവാഹം അവിടെ ഉണ്ടെങ്കിൽ ഇത്ര പോകുന്ന ബംഗാർ തരണു, ഇത്ര കാശ് തരണു, എന്നിട്ട് ആ അഗ്രിമെന്റ് സൈനിട്ടാൽ പിന്നെ മാത്രമാണ് നിക്കാഹത്ത് വന്ന് ദൈക്കിൽ സ്വത്തല്ലേ. ഒരു കച്ചവട ഇന്നത്തെ കാലത്ത് വിവാഹത്തെ പേരിൽ നടന്നുകൊണ്ടുണ്ടോ. ജാഗ്രത ആക്കണോ. അള്ളാഹു വിരോധിച്ച ഒരു കാര്യമായി തിക്കരുത്. അള്ളാഹു ഒരിക്കലും അത്തരത്തിലുള്ള കാര്യത്തെ ഞങ്ങൾക്ക് പഠിപ്പാത്താനില്ല. കാരണം ഒരു പെണ്ണിന് പൽത്ത കൈത്തിക്കറ്റ് എടുക്കരെ ജോഡിയായിട്ട് എടുക്കരെ വിലക്ക് എടുക്കലല്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവാഹങ്ങളെ ഞങ്ങൾ പരിഷ്കരിക്കണം. അവസാനമായി ചൊല്ലുള്ളത് ഇന്റെ വിവാഹം കൊണ്ട് ദമ്പതിമാർക്ക്
അങ്ക് ബേനറ്റുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ബാറകല്ലാഹു ലക വ ബാറക അലൈക വ ജമഅ ബൈനകുമാ ഫീ ഖൈർ ചൊല്ല പ്രാർത്ഥന ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്റെ വിവാഹം കൊണ്ട് ഈ ദമ്പതിമാർക്ക് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സ്വാലിഹായ സന്താനത്തെ ഞങ്ങൾക്കെല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു എല്ലാ രൂപത്തിലെ പ്രയാസത്തിൽ അങ്ങനെ ഞങ്ങളും അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. കണ്ടമാളായി ഫാത്തിമത്ത് നിഹാ ചൊല്ലോളെ ಈ ಕಾಂಡೆ ಬಂಗಾರ್ರೆ ಮಹರದು ಬದಲಾಯ್ತು ನಿಕ್ಕ ನಾನು ನಿಕ್ಕ ಹಾಕಿ ತನ್ನ നിങ്ങളുടെ മൗലായ ഫാത്തിമത്ത് നിഹാ ചൊല്ലോളു ഈ കാണ്ടെ ಬಂಗಾರ್ರೆ മഹർഗ് ബദലായ്ತು നിങ്ങൾക്ക് നിക്ക ಹಾಕಿ തന്നದ್ರು ನಾನು ಸ್ವೀಕರಿಸಿ ನಾನು ಕಬಲಾಕಿ. بارك الله لك وبارك عليك وجمع بينكما في خير. بارك الله لك وبارك عليك وجمع بينكما في خير. بارك الله لك وبارك عليك وجمع بينكما في خير.